ഹലോ എവ്രി വൺ ഇറ്റ്സ് മിലിറ്റസ് കൊച്ചിക്കാരി അച്ചായത്തി. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഇവന്റ് ഉണ്ട് കേട്ടോ. ഇവന്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആലുവ ദേശം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെ പെരിയാർ ക്ലബ്ബിലായിട്ടാണ് നമുക്ക് ഇവന്റ് വരുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മളുടെ ഏറ്റവും പുതിയ ഹ്യുണ്ടായിയുടെ വെന്യൂവിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു ലോഞ്ച് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം സാധാരണ നമ്മൾ ഷോറൂമിലൊക്കെ അല്ലേ പുതിയ വണ്ടിയുടെ ലോഞ്ചൊക്കെ നടത്തുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നമ്മുടെ കെഷ്വിൻ ഹ്യുണ്ടായി ഒരു എന്താ പറയുക, റിസോർട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം വെറൈറ്റി ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോഞ്ച് മാത്രമല്ല, ഒരു കസ്റ്റമർ മീറ്റപ്പും കൂടെയാണ് ആക്ച്വലി അവരവിടെ അറേഞ്ച് ചെയ്തത്. അങ്ങനെ ഞാൻ മാത്രമല്ല, ഒരുപാട് വേറെ വിശിഷ്ട അതിഥികളും കസ്റ്റമേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ വെന്യൂനെ നമ്മളങ്ങനെ റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വെന്യൂ. എങ്ങനെയുണ്ട് വണ്ടി കാണാനായിട്ട്? അടിപൊളിയല്ലേ? അങ്ങനെ ലോഞ്ചൊക്കെ കഴിഞ്ഞു. നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ട്ടോ ഒരു ലോഞ്ചിന് ഇത്രത്തോളം കസ്റ്റമേഴ്സൊക്കെ വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഒരു ടീം വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ട്ടോ കെശുനൂടെടാ. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ലോഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോസ് ചെയ്യാണ്. കാരണം നാളത്തെ പത്രത്തിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് നമ്മളുടെ വെന്യൂവിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഒരുപാട് വേറെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അധികം ഷോട്ട്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്കവിടെ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് പുതിയ വെന്യൂവിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നേക്കണം എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി പോകുന്നത് ശരിയല്ലല്ലോ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറും ഞാൻ കുറച്ച് ഷോട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് വണ്ടിയുടെ എന്തെങ്കിലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കതൊരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം വീൽ ബേസിലാണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് വേറെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് വണ്ടിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫുഡും കൂടെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഹാപ്പിയാണ് ട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല ട്ടോ, അവിടെ വന്ന എല്ലാ കസ്റ്റമേഴ്സിനും കെശ്വിൻ ഹുണ്ടായി കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ താങ്ക് യു സോ മച്ച് കെശ്വിൻ ഹുണ്ടായി ഫോർ ഇൻവൈറ്റിംഗ് മീ.